മുമ്പിൽ വണ്ടി. അയ്യോ ഏകദേശം പണി കിട്ടിയിട്ടിരിക്കുകയാണ്. കേബിളൊക്കെ ഹലോ തസ്രാക്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തലേ ദിവസമാണ്. നമ്മൾ നാളെ ഒരു 50 കിലോമീറ്റർ റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഈ അടിയിൽ എഴുതിയിരിക്കുന്ന അമറ്റ് വിക്ടോറിയ ക്യൂറാം എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ മനീഷ് ബ്രോ, സിദ്ധാർത്ഥ് ബ്രോ, പിന്നെ നമ്മുടെ ഓഫ് റോഡ് സ്പെഷ്യലിസ്റ്റ് വിനീഷ് ഏട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഞാനുണ്ട്. നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സൈക്ലിങ്ങിൽ സ്ഥിരമുള്ളതാണ് പോസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി. സ്ഥിരം നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ മുറിയൻകണ്ടി ബ്രിഡ്ജ്, സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സിദ്ധാർത്ഥിന് ചെറിയൊരു എമർജൻസി ഉണ്ടാവുകൊണ്ട് തിരിച്ചു വേണ്ടി വന്നു. ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾ കരിങ്കലത്താണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ലോങ് റൈഡിൽ ചെക്ക് പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. മനീഷേ, ചായ വേണോ? നല്ല ക്ഷീണം കാണും. ഗിയറില്ലാത്ത വണ്ടിയിൽ പാവം അച്ഛ 2 റൈഡേഴ്സ് ഇതുവഴി പോകുന്നുണ്ട്. ബിറ്റിൻ ഞങ്ങളെ കൂടി കൊണ്ടുപോകണം. നമ്മുടെ ഹീറോ സ്പ്രിൻ്റ്, അതേപോലെ ഹെർക്കുലിസിൻ്റെ റോഡിയോ തുടങ്ങിയ ശക്തരായ കരുത്തരായ MTBകളാണ്. ഇത് വിനീഷയുടെ ഫാറ്റ് ബൈക്ക് 7 സ്പീഡാണ്. ഇത് രണ്ടും എൻ്റെ 21 സ്പീഡാണ്. ഇതും 21 സ്പീഡ് ആയിരുന്നു. ഇപ്പം അല്ല, ഇപ്പം സിംഗിൾ സ്പീഡാണ്. ഇത് കണ്ടോ, ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. മര്യാദയ്ക്ക് ഗിയർ നോക്കിയിട്ടില്ലെങ്കിൽ ഇത് 7 ഇങ്ങോട്ട് കയറുന്നില്ല. ഏത് ഗിയർ ഇട്ടാലും 7 തന്നെ കിടക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ വണ്ടി. അതൊരു സർപ്രൈസ് എലമെന്റ് ആണ്. ബട്ട് കുഴപ്പമില്ല. പെട്ടെന്ന് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ റൈഡ് കംപ്ലീറ്റ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ മാക്സിമം നമുക്ക് ഫ്രണ്ടിലത്തെ ഡീറെയിലർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ച് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അതും ഒരു നമ്മുടെ ചെയിനൊക്കെ കേടുവരും. കാരണം കോമ്പിനേഷൻ ശരിയാവാത്തതാണ്. എപ്പോഴും ഇങ്ങനത്തെ റൈഡുകളൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് അത്യാവശ്യം ടൂൾസും അത്യാവശ്യം മെക്കാനിക്സും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ തിരിച്ചു വരുമ്പോഴേ നല്ല പൊറോട്ടയും പോത്തിറച്ചിയും കിട്ടും. അതെ, ഈ കത്തി എനർജി നമുക്ക് തിരിച്ചു കയറ്റണം. ഉറപ്പ്, തീർച്ചയായും. തടി കുറക്കാൻ വേണ്ടിയിട്ട്, തടി കൂട്ടാൻ വേണ്ടിയിട്ട് സൈക്ലിംഗ്. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ടീം തസ്രാക്ക് മനീഷേ, ഹൈവേയിലെത്തിയപ്പോൾ കുഴപ്പമില്ലല്ലോ. വേറെ പേര് ചോദിക്കാം. ഹായ് ബ്രോ മെല്ലപ്പോ. പേരെങ്ങനെ? പേര് ഷാഹിൽ. ആയിക്കോട്ടെ, കവർ ചെയ്തോ ഷാഹിൽ. ഒഴിവു ദിവസങ്ങളിലൊക്കെ റൈഡ് പോകുന്ന സമയത്ത് ഇങ്ങനെ ഇടയിൽ ചില സൈക്ലിസ്റ്റുകളൊക്കെ കിട്ടും. കുറച്ച് പേര് നമ്മുടെ കൂടെ വരും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അവർ പോവും. പക്ഷെ രസമാണ് ഇവരുടെ ഒരു കമ്പനി. ബ്രോ വരുന്നില്ലേ? പെരുന്തമണ്ണ ആണോ? ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ പെരിന്തമണ്ണ ലക്ഷ്യമാക്കി യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇങ്ങനൊരു ചെക്ക് പോയിൻ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. പക്ഷേ മനീഷിൻ്റെ റിയർ ഡീറൈലർ ചെറിയ ഇഷ്യൂ ആയി. അതിൻ്റെ കേബിൾ അഴിഞ്ഞു പോയിട്ട് ഇരിക്കുവാണ്. പിന്നെ ഏതായാലും ഓട്ടോ ചേട്ടന്മാർ സഹായിച്ചു കഴിഞ്ഞാൽ ഇതാ ആ ഓട്ടോ ചേട്ടനാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. മൂപ്പരൊരു അടിപൊളി പ്ലയർ തന്നിട്ടുണ്ട്. ഇത് വെച്ചാൽ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ് കിടക്കുവാണ്. റൈഡർ സലീം ഭായി ആണ്. പുള്ളിനോട് നമ്മൾ ഒരു 6 മണി പറഞ്ഞപ്പോൾ പുള്ളി കൃത്യമായിട്ട് 6 മണിക്ക് എത്തി. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആളെത്തിയിട്ടുണ്ട്.
ആൽഫ അവിടെ ഇപ്പോഴും എൻ്റെ സൈക്കിളിലിട്ട് പണിയാണ്. ശരിയാവും ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ ശരിയായോ? ചെറിയൊരു സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ശരിയായി. വണ്ടി ഒരുവിധം തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. സലീം ഭായ് പോവല്ലേ? നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് റൈഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്രാവശ്യം ആ കംപ്ലൈൻറ്റ് പരിഹരിച്ചുകൊണ്ട് പക്കാ റൈഡ് വീഡിയോ ബൈപ്പാസിലുള്ള. നമ്മുടെ ഓഫ് റോഡ് സിംഹം അറിയാതെ ഹൈവേയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതെ, ഓഫ് റോഡ് സിംഹം കാട്ടിൽ നിന്ന് വഴിതെറ്റി മുമ്പിൽ വണ്ടി. അയ്യോ, നമ്മുടെ സലീം ഭായ് എന്തിനാണ് യൂ ടേൺ എടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളെ ഫസ്റ്റ് വ്ളോഗിൽ കണ്ട സ്ഥലമാണ്. നമ്മൾ സൈക്കിൾ ആ പാളത്തിന് നടുവിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള ഷോർട്സ് ഫസ്റ്റ് വ്ളോഗിലുണ്ട്. അത് കാണാത്തവരൊന്ന് കയറി കാണുക. ആക്ച്വലി സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അപ്പോൾ സൈക്ലിങ്ങിൽ ഒരു ഗ്രൂപ്പ് റൈഡും കൂടി ആകുമ്പോൾ ശരിക്കും നമുക്ക് ആ സന്തോഷത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫീലിംഗാണ് ശരിക്കും ലഭിക്കുക. സ്പോർട്സിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു ബൈപ്പാസ് കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. അത് പെരിന്തൽമണ്ണ ബൈപ്പാസാണ്. NH-ലുള്ള പെരിന്തൽമണ്ണ ബൈപ്പാസിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓസ് മാറ്റിപ്പിടി, ഇതേ സാധനം, സെയിം സാധനം റിപ്പീറ്റ്. ഓഹോ, രണ്ട് സൈക്ലിസ്റ്റുകൾ ഞങ്ങളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ടയർ പ്രഷർ, അത് കൃത്യമായിട്ട് അടിക്കണം. അതിനേക്കാളും ഒരു മിഡിൽ എറിയും. അത് റോഡ് ബൈക്ക് അല്ലേ, റോഡ് ബൈക്ക് ടൈപ്പാണ്. 27 അല്ലേ, 27 ആകുമ്പോൾ നിങ്ങളൊരു 90 PSI വേണ്ടി വരും. ചെറിയൊരു ചെക്ക് പോയിൻ്റ് അടുത്താണ് നമ്മൾ. ഏകദേശം പെരിന്തൽമണ്ണ ടൗണിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ വാക്വേയുടെ സൈഡിലൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പച്ചക്കറി കൃഷിയാണ് നഗരസഭ ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ്. പെരിന്തൽമണ്ണ ഊട്ടി റോഡ് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സലീം ഭായിനെ പരമാവധി മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. പക്ഷേ പുള്ളി എന്തായാലും തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്. ഇത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് അങ്ങാടിപ്പുറം, അതിലൂടെ നമ്മൾ പോവുകയാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന തളി ക്ഷേത്രം അങ്ങാടിപ്പുറം, അതാണ് ഞങ്ങൾ കവർ ചെയ്ത് പോകുന്നത് ഇപ്പോൾ. എങ്ങനെയുണ്ട്? പവർ വരട്ടെ. ആ, പവർ വരും. MES മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് മുന്നെത്തുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് വന്നിട്ടുള്ളവർക്കറിയാം എത്രമാത്രം ക്ലൈംബാണ് ഞങ്ങൾ സൈക്കിളിൽ ചെയ്തിട്ടുള്ളതെന്ന്. സബ്സ്ക്രൈബേഴ്സിനെ പിടിക്കുവാണ്. ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടി
നേരെ ഇങ്ങനെ പോകും. ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് പാടൂർ കോട്ട മേൽഭാഗം ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കുറച്ച് പോന്നാൽ നേരെ പുറക്കാട്ടിലാണ്. പിന്നെ തലവാങ്ങാണ് അവസാനം. ഇത് ഷൗക്കത്തുകാർക്കാണ്. പിന്നെ നിങ്ങളുടെ പേര് മുസ്തഫ. ഇത് പുത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് വഴി പറഞ്ഞ് അതിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന രണ്ടുപേരാണ്. ഇദ്ദേഹം കുറച്ച് പഴയ ആളാണ്. ഇവിടുത്തെ കുറച്ച് പഴയ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ പാലെടുക്കണം. രണ്ട് ലേഡി റൈഡേഴ്സ്, പെൺകുട്ടികൾ റൈഡിങ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ അപൂർവമാണ്. അവരുടെ സൈക്കിള് CS-ൻ്റെ റൈഡിറ്റ് ഒരു MTV ആണ്, കുഴപ്പമില്ലാത്ത നല്ലൊരു MTV. അപ്പോൾ അവർ ലേഡീസാണെന്ന് പറഞ്ഞാൽ ലേഡി സൈക്കിളൊന്നുമല്ല, നമ്മളെ പോലെ തന്നെ നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പുലി ജെൻ സൈക്കിൾ തന്നെയാണ്. പേരെന്താ മോള്? മോളുടെ പേര് ആതിര. ആതിരയും വീണേ. മോള് എത്ര ദിവസമായി സൈക്കിൾ വാങ്ങിയിട്ട്? ഒരു മാസമായി. എന്താ മുന്നേ സൈക്കിൾ ചവിട്ടണതിൻ്റെ മുന്നേയും സൈക്കിൾ ചവിട്ടിന് ശേഷം എന്താ വ്യത്യാസം? അല്ലേ? അപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നല്ല രസമല്ലേ? ഒരു എൻജോയ്മെന്റ്, പഠിത്തത്തിന്റെ ഇടയ്ക്ക് ഒരു എൻജോയ്മെന്റ് അല്ലേ? അടിപൊളി. സീറ്റ് ഹൈറ്റ് ഒക്കെ ഒന്ന് പൊക്കണം കേട്ടോ. നമ്മള് വെള്ളച്ചാട്ടത്തിന് താഴെ എത്തിയിട്ടുണ്ട്. വെള്ളം ഇല്ലെങ്കിലും വെള്ളച്ചാട്ടത്തിന് താഴെ എത്തി. പക്ഷെ ഒരു കനത്ത ഓഫ് റോഡാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഓഫ് റോഡ് റൈഡ് ചെയ്യും. എന്തായാലും അങ്ങോട്ട് എന്തായാലും കയറ്റാൻ കഴിയില്ല. പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലേക്കുള്ള വഴിയാണിത്. പാലൂർ കോട്ട എന്നീ സ്ഥലത്തിന് പേര് വരാൻ കാരണം ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ട ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്തുണ്ടായിരുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? പൊളി. മനീഷ് ബ്രോ, ഓഫ് റോഡ്. ഇതാ വെള്ളച്ചാട്ടം കാണാൻ പിന്നിൽ. അതിന് മുകളിൽ കയറി എടുക്കാൻ ഇപ്പോൾ സാഹചര്യം. ഹൈബ്രിഡ് വണ്ടി എടുക്കണോ MTB എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. കാരണം ഒരു ഹൈബ്രിഡ് കൊണ്ട് ഇത്തരം ഓഫ് റോഡുകൾ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അതിന് MTB തന്നെ വേണം. അപ്പോൾ നമ്മുടെ റൈഡ് തുടങ്ങിയിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. 50 കിലോമീറ്റർ എന്ന് പറഞ്ഞ് തുടങ്ങിയ റൈഡ് 64 കിലോമീറ്ററിൽ എത്തിയിരിക്കുകയാണ്. തലേ ദിവസം മുതലുള്ള പ്രിപ്പറേഷനാണ് ഇതിന് ഹെൽപ്പ് ചെയ്തത്. റൈഡിനിടയിൽ പ്ലാൻ ചെയ്തെടുക്കുന്ന ചെക്ക് പോയിൻറ്റ്സ് എൻഡ്യൂറൻസ് റൈഡുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു കാര്യം, റൈഡ് തുടങ്ങുമ്പോൾ എല്ലാവരും വാമപ്പ് ചെയ്ത് കാണാറുണ്ടെങ്കിലും റൈഡിന് ശേഷം സ്ട്രെച്ച് ചെയ്തായി കാണാറില്ല. വാമപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ചിങ്ങും. ഇത് മസിൽ ഇഞ്ചുറി കുറയ്ക്കുന്നതിനും മസിൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത റൈഡിൽ കാണുന്നവരെ മനു തസ്രാക്സ് സൈനിങ് ഓഫ് വിത്ത് അൽഫ. എടാ റോങ് സൈഡ് ആടാ പൊട്ടാ. ഇതാണ് വഴി. വൺ വേ ആടാ. ഓ മൈ ഗോഡ്, നമ്മളൊരു ഖതർനാക്ക് റൈഡർ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് 6 മണിക്ക് എണീറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് സമയം വൈകിട്ടുള്ളതാണ്. അപ്പോൾ ആള് വേറെ റൈഡറാണ്.